കേസിൽ നമ്മൾ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിലും നമുക്ക് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിലുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം? അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാട്ട് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റം? അതിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷനും ഔട്ട്പുട്ട് ഇക്വേഷൻ്റെ സൊല്യൂഷനും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നല്ലോ? മേഘ ഓർക്കുന്നുണ്ടോ? സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ അതിനു വേണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാനിത് പഠിപ്പിച്ചതാണ്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ? ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? അതുപോലെ തന്നെ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് മോഡ്യൂളിൽ. അപ്പോൾ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇൻപുട്ട് 0 ആയിട്ടുള്ള ഇക്വേഷനാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള. അപ്പോൾ ഇൻപുട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ അല്ലെങ്കിൽ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്കറിയാം എക്സ് ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ എക്സ് ഓഫ് ടി പ്ലസ് ബി യു ഓഫ് ടി ആണ്. അതിൽ യു ഓഫ് ടി 0 ആകുന്നു. അതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറയുക ഇ പവർ എ ടി എക്സ് നോട്ട്. ഇ പവർ എ ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ആണ് ഇൻറ്റു എക്സ് നോട്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിലോ എന്താ വരുന്നത്? ഇൻപുട്ട് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ കേസിൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു ബി യു ഓഫ് എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമ്മളുടെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ? ഓക്കെ, ദാറ്റ് വി ആർ ജസ്റ്റ് കൺസിഡറിങ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കറിയാവുന്ന പോലെ സ്റ്റേറ്റ് ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്താണ് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ? എക്സ് ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു ജി എക്സ് ഓഫ് കെ പ്ലസ് എച്ച് യു ഓഫ് കെ. അതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ ഒരു സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ഇസഡ് എക്സ് ഓഫ് എസ് മൈനസ് ഇസഡ് എക്സ് ഓഫ് 0 ഈക്വൽ ടു ജി എക്സ് ഓഫ് സെഡ് പ്ലസ് എച്ച് യു ഓഫ് സെഡ് എന്ന് വരും. അപ്പം ഇതിൻ്റെ കേസിൽ എക്സ് ഓഫ് 0യുടെ വാല്യൂ ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെഡ് എക്സ് ഓഫ് സെഡ് മൈനസ് ജി എക്സ് ഓഫ് സെഡ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് സെഡിൻ്റെ ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് സെഡ് ഐ മൈനസ് ജി ഇൻറ്റു എക്സ് ഓഫ് എസ് എക്സ് ഓഫ് സെഡ് പ്ലസ് ഈക്വൽ ടു സെഡ് എക്സ് ഓഫ് 0 പ്ലസ് എച്ച് യു ഓഫ് സെഡ് എന്ന് വരും. അപ്പോൾ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് സെഡ് ആസ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് എക്സ് ഓഫ് 0 പ്ലസ് എച്ച് യു ഓഫ് സെഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ ഓഫ് ഓക്കെ. അപ്പോൾ ഇത് എക്സ് ഓഫ് സെഡ് കിട്ടിയാൽ വാട്ട് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് വാട്ട് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ എക്സ് ഓഫ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എസ് സെഡ് ആണ്. ദാറ്റ് വി ക്യാൻ ഏബിൾ ടു ഗെറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് കെ. അപ്പം എക്സ് ഓഫ് കെയുടെ വാല്യൂ നിങ്ങൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഈ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് ബൈഹാർട്ട് ചെയ്യുക. സെഡ് ഇൻവേഴ്സ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് എക്സ് ഓഫ് 0 പ്ലസ് എച്ച് യു ഓഫ് സെഡ് എന്നായിരിക്കും നമ്മളുടെ സൊല്യൂഷൻ. ഇതൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിലുള്ള സൊല്യൂഷനാണ്. ഓക്കെ, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിൽ ഉള്ള. ഓക്കെ, അപ്പം നമ്മൾ മറ്റേതിൻ്റെ കേസ് നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈസി ആവുള്ളൂ. സെഡ് ഇൻവേഴ്സ് സെഡ് ഐ മൈനസ് ജി. സെഡ് ഐ ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എ തന്നെ, ഓൾ പവർ മൈനസ് 1 സെഡ് ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറയുന്നത് ബി ആണ്, ബി ഇൻറ്റു യു ഓഫ് സെഡ്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാലോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് ഇത് എഴുതുവാണെങ്കിൽ ഫൈ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സെഡ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 ആണ്. ഓക്കെ, അത് സെയിം തന്നെ.
അപ്പോൾ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് സെഡ് ഐ എന്താണ് എസ് ഐ മൈനസ് എ ഓൾ പവർ -1 ഇൻറ്റു എക്സ് നോട്ട്. അതേപോലെ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ പക്ഷേ ഫൈ ഓഫ് എസിന് പകരം നമുക്കറിയാം ഫൈ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫൈ ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് ഐ മൈനസ് ജി ഓൾ പവർ -1 ഇൻറ്റു സെഡ് എന്നാണ്. അത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഫൈ ഓഫ് കെ. ഓക്കെ, ഫൈ ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ -1 ഇൻറ്റു സെഡ്. അപ്പോൾ ആ സെഡ് കൂടുതൽ വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ മെട്രിക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ ഓഫ് എസിന്റെ വാല്യൂ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് സെഡ് ഐ മൈനസ് ജി. അപ്പം ഇത് നമ്മൾ നേരത്തെ ഇക്വേഷൻ പോലെ എഴുതുകയാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ഓക്കെ ഈക്വൽ ടു സെഡ് ഐ മൈനസ് എന്താണ്? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ we can able to say that phi of z, okay, inverse z transform of phi of z into x naught plus h into u of z. ഇങ്ങനെയാണ് ശരിക്കും വരിക. അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടത്? നേരത്തെ ഇക്വേഷൻ നോക്കിയേ, ഇൻവേഴ്സ് z ട്രാൻസ്ഫോം ഓഫ് phi of s into x naught പ്ലസ് ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നുള്ളൂ, പ്ലസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു ബി ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഇവിടെയും അതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫൈ ഓഫ് എസ് ഇൻറ്റു ബി യു ഓഫ് എസ് എന്നുണ്ട്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇത് കോമൺ ആക്കി എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ് മീൻസ് ഓക്കെ ഐ റൈറ്റ് സെപ്പറേറ്റ്ലി. നമുക്ക് ഒരു ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ എഴുതാം. സെഡ് ഇൻവേഴ്സ് അത് ഓൾ, ഇത് ഫൈ ഓഫ് എസ് ഇൻറ്റു എക്സ് ഓഫ് 0. ഓക്കെ, ഇതൊരു ടേം ആയിട്ട് എഴുതി. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് എസ് എച്ച് യു ഓഫ് എസ്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരിക. ഇതിനെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കേസിലും കണ്ടത്, ഫൈ ഓഫ് എസ് ഇൻറ്റു എക്സ് നോട്ട്. ഓക്കെ, പ്ലസ് സെഡ് ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു എച്ച് യു ഓഫ് എസ് എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഇക്വേഷൻ ഈസ് ആക്ച്വലി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റം. ഓക്കെ, കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ ഇക്വേഷനും ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ ഇക്വേഷനും നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് ഫൈ ഓഫ് എസിന്റെ വാല്യൂ അറിയാവോ? ഫൈ ഓഫ് എസിന്റെ വാല്യൂ എന്താണ്? സെഡ് ഐ മൈനസ് ജി ഓൾ പവർ -1 ഇൻറ്റു സെഡ് എന്നാണ്. അപ്പം ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് നോട്ട് സെയിം തന്നെ, സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് എസ് ഇൻറ്റു എച്ച് യു ഓഫ് എസ്. അപ്പോൾ ഇതും കമ്പയർ ചെയ്ത് പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു ബി യു ഓഫ് എസ് എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡിസ്ക്രീറ്റിന്റെ കേസിൽ എന്താണ് മാറ്റം വന്നത് നിങ്ങൾ നോക്കിയേ. ഡിസ്ക്രീറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ വി ക്യാൻ റൈറ്റ് ഫോർ ഡിസ്ക്രീറ്റിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? സോറി, ഇതിനകത്ത് ഓക്കെ, ഡിസ്ക്രീറ്റിന്റെ കേസിൽ നിങ്ങൾ എഴുതുവാണെങ്കിൽ എക്സ് ഓഫ് കെ എന്നാണ് എഴുതുക. ഇസഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് എസിന് പകരം ഇവിടെ ഫൈ ഓഫ് സെഡ് ആണ് ഇൻറ്റു എക്സ് നോട്ട് അല്ലെങ്കിൽ എക്സ് ഓഫ് 0 പ്ലസ് സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് എസ് ഇൻറ്റു ബി എന്ന് പറയുന്നതും എച്ച് എന്ന് പറയുന്നതും സെയിം ആണ്, എച്ച് യു ഓഫ് എസ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സൊല്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ഇപ്പോൾ ഫൈ ഓഫ് എസും ഫൈ ഓഫ് സെഡിന്റെ ഡിഫറൻസ് എന്താണ്? ഫൈ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എസ് ഐ മൈനസ് എ ഓൾ പവർ -1 എന്നാണെങ്കിൽ ഫൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഐ മൈനസ് എ ഓൾ പവർ -1 ഇൻറ്റു സെഡ് എന്ന് വരും. ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, ആൻഡ് സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് എസ് ഇൻറ്റു എച്ച് യു ഓഫ് എസ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ഫോർ ഡിസ്ക്രീറ്റ് സിസ്റ്റം. ഓക്കെ, ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ കേസിലുള്ള സൊല്യൂഷനാണിത്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഇത് സ്റ്റേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എങ്കിൽ
വാട്ട് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഇക്വേഷൻ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് കെ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് ഡി യു ഓഫ് കെ എന്നാണ്. അപ്പം y ഓഫ് കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഇൻറ്റു എക്സ് ഓഫ് കെയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എക്സ് ഓഫ് കെയുടെ വാല്യൂ നമുക്കറിയാം. ദിസ് ഈസ് ആക്ച്വലി ദ എക്സ് ഓഫ് കെ വാല്യൂ. that we are just substituting means we can get the value of y of k. Okay, this y of k and x of k, which is actually known as the solution of non-homogeneous equation. ഞാൻ പറഞ്ഞു homogeneous equation എന്ന് പറയുന്നതും നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നതും ഡിഫറൻസ് നിങ്ങൾക്കറിയാം. അപ്പം സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കണ്ടത് സ്റ്റേറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷനും ഔട്ട്പുട്ട് ഇക്വേഷൻ്റെ സൊല്യൂഷനും നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ യു ഓഫ് കെയുടെ വാല്യൂ 0 ആവുന്നു. ഇൻപുട്ട് 0 ആണ്. അപ്പോൾ ഇതിന്റെ കേസിൽ ഇൻപുട്ട് 0 ആക്കിയുള്ള കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമുക്ക് എഴുതാൻ പറ്റും സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് എസ് ഇൻറ്റു എക്സ് നോട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് എന്ന് നമുക്ക് എഴുതാം. ഇതെല്ലാം സെയിം ആണ് കേട്ടോ. ഇത് ഫൈ ഓഫ് എസ് ഫൈ ഓഫ് സെഡ് ആണ്. സെഡ് ഐ മൈനസ് ഇൻവേഴ്സ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് എക്സ് നോട്ട്. ഓക്കെ, ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ സെയിം ആയിരിക്കും, സി ഇൻറ്റു എന്ന് മാത്രം വരും. ഓക്കെ, സി ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട്. ഓക്കെ, ദിസ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾ അതും വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മളുടെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ഇൻറ്റു എക്സ് നോട്ട് എന്നായിരുന്നു. ഇവിടെ എന്തായി? ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം, സോറി, ഇവിടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അവിടെ വരുമ്പോൾ എന്താവും? ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ആവും. ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. Here it is actually given that a discrete time state space system is actually given here. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഡിസ്ക്രീറ്റ് സിസ്റ്റം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്, ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, u of k is equal to 1, obtain the state vector x of k and output y of k. അപ്പോൾ സ്റ്റേറ്റ് വെക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റെയിൻ സ്റ്റേറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. എക്സ് ഓഫ് കെയുടെ വാല്യൂ, വൈ ഓഫ് കെയുടെ വാല്യൂ. ഇവിടെ തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് നോട്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ് ഓഫ് സീറോയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ് ഓഫ് കെയുടെയും വൈ ഓഫ് കെയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇൻപുട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഇൻപുട്ട് ഉണ്ട്. ഇതൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ഏബിൾ ടു റൈറ്റ്, നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1. ഇത് എക്സ് ഓഫ് സെഡിന്റെ വാല്യൂ ആണ്. അപ്പം ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് സെഡ് ആണ് നമുക്ക് എക്സ് ഓഫ് കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കേസിൽ നമുക്ക് എന്തെഴുതാം? എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് സെഡ് എന്നാണ് നമ്മളുടെ സൊല്യൂഷൻ. ഓക്കെ, എക്സ് സി ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് ഡി യു ഓഫ് കെ ആണ് നമ്മുടെ വൈ ഓഫ് കെ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 കാണുന്നു. ബിക്കോസ് ഈ ഇതിനകത്ത് കേസിൽ നമുക്ക് എക്സ് ഓഫ് സെഡ് കാണാൻ സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് എക്സ് ഓഫ് 0 പ്ലസ് എച്ച് ജി ഓഫ് സെഡ് എന്നറിയാം. അപ്പോൾ ഇതിനകത്ത് സെഡ് ഐ മൈനസ് ജിയിൽ നമ്മൾ ജിയുടെ വാല്യൂ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് ജി എ ഏതാണ് എച്ച് എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എക്സ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് കെ എന്നാണ് നമ്മളുടെ എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് കെ പ്ലസ് വൈ ഓഫ് കെ ഈസ് ഇക്വൽ ടു സി എക്സ് ഓഫ് കെ പ്ലസ് ഡി യു ഓഫ് കെ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് വി ക്യാൻ ഏബിൾ ടു റൈറ്റ് എക്സ് ഓഫ് കെ പ്ലസ് ഇതിൽ ജി, ദിസ് ഈസ് ആക്ച്വലി ജി, ദിസ് ഈസ് ആക്ച്വലി എച്ച്. ഓക്കെ, ജിയും എച്ചും ഉണ്ട്. അപ്പോൾ ഇതാണ് ജി എന്നും ഇത് എച്ച് എന്നും മനസ്സിലായി. ഇതാണ് സി എന്നും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ജിയും എച്ചും കിട്ടിക്കഴിഞ്ഞാൽ, സിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിയും ഡി എന്ന് പറയുന്നത് 0 ആണ്. വൈ ഓഫ് കെയുടെ വാല്യൂവും എക്സ് ഓഫ് കെയുടെ വാല്യൂവും നമുക്ക്
കാണാൻ പറ്റും. അപ്പം ജി എന്ന് പറയുന്നത് 0 1 മൈനസ് 0.16 1 മൈനസ് 1 എന്നാണ്. അപ്പോൾ ഇത് ജി കിട്ടി. സെഡ് ഐ മൈനസ് സെഡ് ഐ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെഡ് ഐ എന്ന് പറയുന്നത് സെഡ് 0 0 സെഡ് എന്നാണ്. അപ്പോൾ ഇതും സെഡ് ഐ മൈനസ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെഡ് 0 മൈനസ് 1 മൈനസ് 1 0 മൈനസ് 0.16 0.016 0.16 ആണ്. ഓക്കെ, സെഡ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് 1. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ സെഡ് ഐ മൈനസ് ജി. സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇതാണ്, സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 0.16 എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കേസിൽ സെഡ് പ്ലസ് 0.2 ഇൻറ്റു സെഡ് പ്ലസ് 0.8 എന്ന് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതും ഇൻ്റർചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ സെഡ് പ്ലസ് 1 സെഡ് ആയി, ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു 1.16. അതാണ് നമ്മളുടെ അഡ്ജോയിൻ്റ്. അപ്പോൾ ഇതും കിട്ടിക്കഴിഞ്ഞാൽ സെഡ് ഐ മൈനസ് നമ്മളുടെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഓഫ് സീറോയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് x0 അല്ലെങ്കിൽ എക്സ് ഓഫ് സീറോയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് സെഡ് എന്നാണ്. സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് 1 മൈനസ് 1 ആണ്. എച്ച് എന്ന് പറയുന്നത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം, എച്ച് 1 ആണ്. അതുപോലെ തന്നെ യു ഓഫ് സെഡ് എന്ന് പറഞ്ഞാലും നമുക്ക് ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ, സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് യു ഓഫ് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ എച്ച് ഇൻറ്റു യു ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് 1 ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സെഡ് ബൈ സെഡ് മൈനസ് 1 എന്നാണ് അതിൻ്റെ കേസിൽ അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം വരിക. ഓക്കെ, സെഡ് ഇൻറ്റു സെഡ് ബൈ സെഡ് മൈനസ് 1 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സെഡ് മൈനസ് സെഡ് പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെഡ് ബൈ സെഡ് മൈനസ് 1 സെഡ് ബൈ സെഡ് മൈനസ് 1. ഇത് എങ്ങനെ വന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യു ഓഫ് സെഡ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, യു ഓഫ് കെ ആണ്. അപ്പോൾ യു ഓഫ് കെയിൽ നിന്ന് യു ഓഫ് സെഡ് കണ്ടുപിടിക്കുമ്പോൾ സെഡ് എന്താണ്? സെഡ് ബൈ സെഡ് മൈനസ് 1 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇപ്പം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് സെഡ് ആണ്. അപ്പോൾ ഇത് മെട്രിക്സ് അഡീഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ആക്ച്വലി ഇതിൻ്റെ കേസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ ഇൻറ്റു എച്ച് യു ഓഫ് സെഡ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇത്രയും ആണെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ടത് എക്സ് ഓഫ് സെഡിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ആക്ച്വലി വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് ഐ മൈനസ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ ഇൻറ്റു എച്ച് യു ഓഫ് സെഡിൻ്റെ വാല്യൂ. ഓക്കെ, സെഡ് ഇൻറ്റു എക്സ് ഓഫ് സീറോ ഇൻറ്റു എച്ച് യു ഓഫ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് വൺ മെട്രിക്സ് അഡീഷൻ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഇത് ഞാൻ പറയാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, ഇത് ഇത് ഇൻറ്റു ദിസ് വാല്യൂ ആയിരിക്കും നമുക്ക് വരിക. അതായത് സെഡ് എക്സ് സീറോ പ്ലസ് എച്ച് ഇൻറ്റു യു ഓഫ് സെഡിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇത് therefore what we can get എന്ന് പറഞ്ഞാൽ 1 by z minus 1 into z plus 0.2 into z plus 0.8 എന്ന് വരും. അപ്പോൾ z plus 1 1.16 into z square z into 2 minus z because നമ്മൾ z minus 1 ഔട്ട്സൈഡിൽ എടുത്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ എക്സ് ഓഫ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് പ്ലസ് 1 പ്ലസ് സെഡ് ഇൻറ്റു 2 മൈനസ് സെഡ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മളുടെ വാല്യൂ കിട്ടുക. ഇനിയിപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് സെഡിൻ്റെ വാല്യൂ കിട്ടി. അപ്പം നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സ് ഓഫ് കെ ആണ്. എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് സെഡ് ആണ് നമുക്ക് വരിക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കേസിൽ?
എക്സ് ഓഫ് സെഡ് ബൈ, ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആക്ച്വലി എക്സ് ഓഫ് സെഡ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഓഫ് സെഡ് ബൈ സെഡ് എടുക്കുന്നു. അപ്പോൾ ഈ സെഡിനെ താഴേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ എക്സ് ഓഫ് സെഡ് ബൈ സെഡ് ഈസ് ഇക്വൽ ടു ദിസ് വാല്യൂ വി ക്യാൻ ഗെറ്റ് ദഫോർ സെഡ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണിത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 25/8. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ എക്സ് ഓഫ് സെഡ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എക്സ് ഓഫ് കെയുടെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, 25 സെഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഓഫ് കെ ആയിരിക്കും. സെഡ് ബൈ സെഡ് പ്ലസ് 0.2ൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം -0.2 ഓൾ പവർ കെ യു ഓഫ് കെ എന്നാണ്. ഇത് -0.8 ഓൾ പവർ കെ യു ഓഫ് കെ എന്നായിരിക്കും വരിക. അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെഡ് ബൈ സെഡ് മൈനസ് 1 യു ഓഫ് കെ, സെഡ് ബൈ സെഡ് പ്ലസ് 0.2 എന്ന് പറഞ്ഞാൽ -0.2 ഓൾ പവർ കെ യു ഓഫ് കെ എന്ന് വരും. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മളുടെ വാല്യൂസ് വരിക. അപ്പം എക്സ് ഓഫ് കെയുടെ വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ ഐ ഓഫ് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് ഡി ഇൻറ്റു യു ഓഫ് കെ എന്നാണ്. അപ്പോൾ സി ഇൻറ്റു എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് വാല്യൂ, ഡി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം സി ഇൻറ്റു ദിസ് വാല്യൂ ആയിരിക്കും നമ്മളുടെ എന്ത് വൈ ഓഫ് കെ എന്ന് പറയുന്നത്. അപ്പം വി ക്യാൻ ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ ഓഫ് കെ ലൈക്ക് ദിസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ ഓഫ് എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇതിൻ്റെ കേസിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ ഡൗട്ടുള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് അഡീഷൻ്റെ കേസ് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ജസ്റ്റ് ഈ ടോപ്പിക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ദാറ്റ് ഈസ് നിങ്ങൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം പഠിച്ചത് അതേ സാധനം തന്നെയാണ് ഇവിടെ, അതേ ഇക്വേഷൻ തന്നെയാണ്. എന്താണ് വേരിയേഷൻസ് ഉള്ളതെന്ന് മാത്രം നോട്ട് ചെയ്തിട്ട് അതുപോലെ ചെയ്യുക. അവിടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഇവിടെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, അവിടെ സെഡിലാണ്, അവിടെ എസിലാണ്, എസ് ഡൊമെയിനിലാണെങ്കിൽ ഇവിടെ സെഡ് ഡൊമെയിൻ ആണുള്ളത്. അവിടെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഓഫ് കെ കണ്ടുപിടിക്കുന്നു ഇവിടെ, എങ്കിൽ അവിടെ എക്സ് ഓഫ് ടി ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഏകദേശം മോഡ്യൂളിലെ ഈ 6th മോഡ്യൂളിലെ എല്ലാ ടോപ്പിക്കും തന്നെ കവർ ചെയ്തിട്ടുണ്ട്.